ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഓഫ് കോഴ്സ് എനിക്കറിയാമായിരുന്നു 12 മണിയാകുമ്പം എന്തായാലും കേക്ക് കൊണ്ടുവരുമെന്ന്. അങ്ങനെ അമ്മ കേക്ക് കൊണ്ടുവന്നപ്പം വാതിൽ തുറന്നു കൊടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മയുടെ വിചാരം എന്തുവാണ് എനിക്ക് അറിയത്തില്ല, സർപ്രൈസ് ആയിരുന്നെന്ന്. സംഭവം ഇവിടെ താഴെ സൊമാറ്റോന്ന് ആരോ വന്നപ്പോഴേ കറക്റ്റായിട്ട് എനിക്കറിയാമായിരുന്നു, ഞാൻ സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ താഴെ കേക്ക് കൊണ്ടുവച്ചു. ജസ്റ്റ് ഞാനും അമ്മമ്മ, നിസിമോള്, പപ്പ, അമ്മ, ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് കട്ട് ചെയ്തു. അന്നേരം ഞാൻ പപ്പയടുത്ത് പറയാം, പപ്പയാണെങ്കിൽ ഫോണിൽ കൊടുത്ത റീൽസാണ് വരുന്നത്. അന്നേരം ഞാൻ പപ്പയടുത്ത് പറയാം, ഞാൻ കാരണം ആദ്യം പപ്പയായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ടി വിയിൽ എൻ്റെ വീഡിയോസ് ഇട്ട് കൊടുത്തു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എത്രയും പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് ഒരാൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. എല്ലാവർക്കും ഞാൻ കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് കേക്ക് തന്നവരോടൊക്കെ താങ്ക്സ് പറഞ്ഞു. ബിക്കോസ് ഇത് സർപ്രൈസ് ആയിരുന്നെന്ന്, ആരോ വന്നെന്ന് എനിക്കറിയാം, കേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആർക്കായാലും നമുക്ക് നോർമലി മനസ്സിലാവുമല്ലോ, അങ്ങനെയാണ്. പിന്നെ നിസിക്ക് കേക്ക് കൊടുത്തു. നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പപ്പയ്ക്കാണെങ്കിൽ റീൽസ് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. പപ്പ ഫോൺ അഡിക്റ്റാണ് വരെ. പണ്ട് എന്നൊക്കെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്ന ആളാണ്. ഇപ്പം രാത്രി ആയാലും ഫോണിൽ കുത്തിയിരിക്കും, സിനിമ കാണും, അങ്ങനെയൊക്കെയാണ്. അമ്മയാണെങ്കിലും അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു ഗൈസ്. എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അതിൻ്റെ എല്ലാ മൂഡ് സ്വിങ്സും എല്ലാ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ചുമ്മാ ദേഷ്യം, കരച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര വറിയായിട്ട് ഇരുന്ന് കരയുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു ബർത്ത്ഡേ ആണ് എനിക്ക് കഴിഞ്ഞു പോയത്. പക്ഷേ എനിവേ എനിക്കൊരു അനദർ ഇയറിലോട്ട് എൻ്റർ ആവാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്.